ഹലോ ഗായ്സ്, ബ്രില്യൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തമ്പനയിലും അതേപോലെ വീഡിയോയിലും കണ്ട ഒരു അടിപൊളി ചപ്പാത്തി മേക്കറായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരുന്ന ഈ ഒരു അളവിലാണ് നമ്മൾ ഈ ഗിയറുകൾ പൊട്ടാക്ടർ ഉപയോഗിച്ച് വരച്ചെടുത്തുള്ളത് കേട്ടോ. നമ്മൾ ഈ ഒരു മരത്തിൽ ഇത് വരച്ച് വെച്ചിട്ടുണ്ട്. എന്ത് പണിയെടുക്കണമെങ്കിൽ ആയുധം നല്ല മൂർച്ച വേണം. അപ്പോൾ നമുക്ക് ആയുധം മൂർച്ച കൂട്ടാം. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഗിയറിൻ്റെ പല്ല് പൊട്ടാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ ഉള്ളി നല്ല ഉഷാറായിട്ട് മൂർച്ചം കൂട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ 3 ഗിയറുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വലിയ ഗിയറിൻ്റെ സെൻറ്ററിൽ നമ്മൾ ബെയറിംഗ് ഇറക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോളും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സപ്പോർട്ടിങ് ഗിയർ, ഇതാണ് ഇതിൻ്റെ മോട്ടർ ഗിയർ. ഈ ഒരു മോട്ടർ ഗിയറിൻ്റെ ഷാഫ്റ്റ് നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് ചെയ്തെടുത്താണ് കേട്ടോ. ഒരു സ്ക്രൂ ചെയ്തിട്ടാണ് ഇത് ടൈറ്റ് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് നമ്മൾ സപ്പോർട്ടിങ് ഗിയറിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു ബെയറിംഗ് വെക്കണം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന 608 ബെയറിംഗ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ 2 ബെയറിങ്ങുകൾ ഇതിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു അളവിലാണ് നമ്മൾ ഈ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെ മോട്ടർ ഗിയറുകളൊക്കെ വെക്കാനായിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ മോട്ടർ വരുന്നത് കേട്ടോ. മോട്ടർ അളവാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പലക ഇതിന് മുകളിലായിട്ട് അടിച്ചു കൊടുക്കുക. അത് നമ്മൾ സെറ്റ് ചെയ്തെടുത്താണ്. ഇതിൻ്റെ അളവാണ് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ ഗിയറിനൊരു ബലം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഇതുപോലത്തെ റീപ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ പലക മേലെ വെച്ച് ആണിയൊക്കെ അടിച്ച് സാൻഡറൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ അടിയിൽ വെച്ച ആ റീപ്പറും ആണി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ള ഈ ഒരു ബോക്സിന് അടിയിൽ നല്ല സീറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇരിപ്പാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ ഇരിപ്പ് നമുക്ക് ആണി അടിച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ ഇരിപ്പും സെറ്റ് ചെയ്ത് സാൻഡർ അടിച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളിതിൽ കണക്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ഗൾഫിലെ മിക്സിയുടെ ഒരു മോട്ടറാണ് കേട്ടോ. ഡയറക്റ്റ് AC വോൾട്ടേജിന് വർക്ക് ചെയ്യുന്ന ഈ ഒരു മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ ഒരു കട്ടിങ് വരുന്നുണ്ട്. ആ കട്ടിങ്ങിലേക്കാണ് നമ്മൾ ഈ ഒരു ഗിയർ ഇറക്കിയത്. നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ള ഈ ഒരു കേസിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് ഈ ഒരു മോട്ടർ കണക്ട് ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ഇതുപോലത്തെ 4 സ്ക്രൂകൾ വേണം. ഈ സ്ക്രൂ വെച്ചിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമ്മുടെ ആ മോട്ടറിന് ഉണ്ടാക്കിയിട്ടുള്ള ആ കുഞ്ഞ് കേസിനുള്ളിലേക്ക് മോട്ടർ ഇറക്കി വെച്ച ശേഷം ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നമ്മളെടുത്ത സ്ക്രൂ വെച്ചിട്ട് നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മളിത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളെ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് നമ്മുടെ മോട്ടർ ഗിയർ കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ സ്ക്രൂ ഡ്രൈവർ ഇറങ്ങി പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കഷ്ണത്തിലൊരു കൊത ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഉണങ്ങിയ മുളയിൽ ഇതുപോലെ 2 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം നമ്മുടെ 6202 ബെയറിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വിധത്തിലും ഒന്ന് നമ്മുടെ 608 ബെയറിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വിധത്തിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നമ്മുടെ ഗിയറിൻ്റെ സെൻറ്ററിലൂടെ വരച്ചിരിക്കുന്ന ആ വരയിൽ കറക്റ്റാക്കി വെക്കാം. ഇനി ഇതുപോലത്തെ 2 സ്ക്രൂകൾ കൊണ്ട് നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇൻഡിക്കേറ്റർ അടക്കം വരുന്നൊരു സ്വിച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്വിച്ചിൽ നമ്മളൊരു വയർ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ AC കോഡിൻ്റെ വയർ കണക്ട് ചെയ്യാനായിട്ടൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിലൂടെ നമുക്കത് തള്ളിക്കയറ്റി വയ്ക്കാം. നമ്മൾ ചുവപ്പ് വയർ സോൾഡർ ചെയ്ത് തൊട്ടടുത്ത് തന്നെ നമുക്ക് ബേസ് സോൾഡർ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ നേരെ അപ്പുറത്തെ ലെഗിൽ നമ്മുടെ LED ലെഗിൽ ന്യൂട്രൽ സോൾഡർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇട്ട് വെച്ച ഹോളിലൂടെ നമ്മൾ ആ സ്വിച്ച് ഉള്ളിലേക്ക് തള്ളിക്കയറ്റി വെച്ച ശേഷം മോട്ടറിന് തന്നെ റെഡ് വയറിലേക്ക് റെഡ് വയറും വെള്ള വയറിലേക്ക് ബ്ലൂ വയറും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അളവാണ് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ഇനി നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരുന്ന പോലെ നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ ആണി അടിച്ചെടുത്തു. ഇതിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ ഇതുപോലെ ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ 3/4 ഇഞ്ചിൻ്റെ ഈ വണ്ണത്തിലുള്ള PVC പൈപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതുപോലത്തെ ഒരു ബോൾട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന 698 ബെയറിങ് 2 എണ്ണം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ബെയറിങ്ങിൽ ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഒരു സെല്ലോ ടാപ്പ് ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഒരു 6 ലെയർ ചുറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 2 എണ്ണം അതേപോലെ ടാപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നമ്മളെടുത്ത പൈപ്പിനകത്തേക്ക് നമുക്കിതിങ്ങനെ ഇറക്കി വയ്ക്കാം. അങ്ങനെ നമ്മൾ 2 സൈഡും ഇതേപോലെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബെയറിങ്ങിൻ്റെ ഉള്ളിലേക്ക് ആവാതെ ഒന്ന് പ്ലസ് 2 ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇവിടെ ആയിട്ടും ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മളെ ബോൾട്ട് കയറി പോകുന്ന വിധത്തിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹോളിലൂടെ നമുക്ക് ആ ഒരു ബോൾട്ട് കയറ്റി വെച്ച ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു റോള് ഇതിനകത്ത് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നമുക്കിത് തള്ളി ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ കമ്പി ഇങ്ങനെ ഊരിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്ലസ് 2 ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം.
അതേപോലെ ഇപ്പുറത്തെ സൈഡ് അത് ഫ്രീ ഉണ്ടോ നോക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ആ ബോൾട്ടിൻ്റെ നീളം നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു അളവിൽ നമ്മൾ 10 പ്രസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് SR പശ ഉപയോഗിച്ചിട്ട് നമ്മളെ ഗിയറിൽ നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ പ്രസ്സിലും അതേപോലെ നമ്മുടെ ഗിയറിലും പശാക്കിയ ശേഷം നമുക്കതൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഗിയറിൻ്റെ മുകളിൽ കറക്റ്റാക്കി വെച്ച് ഒട്ടിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു അളവിൽ നമ്മൾ 2 സൈഡിലും ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൊട്ടി മേക്കറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. നമ്മളതിൻ്റെ കേസിലൊക്കെ ടച്ച് ഇട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഹാൻഡിൽ നമുക്ക് ടച്ച് ഇട്ട് അടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അടിച്ച് വെച്ചു. ഇനി 3 ഗിയറിലും നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ടച്ച് ഇട്ട് അടിച്ച പെയിൻറ്റ് അടിച്ച് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ അത് ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ സെറ്റിങ് കഴിയാറായി. അങ്ങനെ നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ടെസ്റ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വലിയ ഗിയറിലെ സെൻട്രലായിട്ട് നമ്മുടെ മാവ് വെച്ച് കൊടുക്കാം. ശേഷം നമ്മുടെ ആ ഒരു ഹാൻഡിൽ ആ ഒരു മാവിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ആയി കൊടുക്കാം. കണ്ടോ ഗൈസ്, നല്ല അടിപൊളിയായിട്ട് പരക്കുന്നുണ്ട്. നമ്മുടെ ചപ്പാത്തി മേക്കർ റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണേ.